الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونستغفره وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة بسم الله الرحمن الرحيم عن أبي هريرة وأبي قتادة وأبي إبراهيم الأشهلي عن أبيه رضي الله عنهم عن النبي صلى الله عليه وسلم أنه صلى على جنازة فقال اللهم اغفر لحينا وميتنا وصغيرنا وكبيرنا وذكرنا وأنثانا وشاهدنا وغائبنا اللهم من أحييته منا فأحيي على الإسلام ومن توفيته منا فتوفه على الإيمان اللهم لا تحرمنا أجره ولا تفتنا بعده رواه الترمذي من رواية أبي هريرة والأشهلي ورواه أبو داود من رواية أبي هريرة وأبي قتادة وقال الحاكم حديث أبي هريرة صحيح على شرط البخاري ومسلم قال الترمذي قال البخاري وصح روايات هذا الحديث رواية الأشهلي ബഹുമാന്യ സഹോദരന്മാരെ സഹോദരിമാരെ, മയ്യത്ത് നമസ്കാരത്തിലെ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് ഹദീസ് പാഠമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു മരിച്ച വ്യക്തിക്ക് വേണ്ടി നാം ചെയ്യുന്നതിലേറ്റവും പുണ്യമുള്ള കർമ്മമാണ് മയ്യത്ത് നമസ്കാരം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഒരു ഖീറാത്ത് എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരാളുടെ ജനാസയെ അനുഗമിക്കുകയും നമസ്കരിക്കുകയും ചെയ്താൽ അവന് ഒരു ഖീറാത്ത് പ്രതിഫലമാണുള്ളത്. ഖബറടക്കം ചെയ്യുന്നത് വരെയും അനുഗമിക്കുന്ന വ്യക്തിക്ക് 2 പ്രതിഫലമാണ്, 2 ഖീറാത്ത് പ്രതിഫലമാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ പുണ്യമുള്ള പ്രാധാന്യമുള്ള കാര്യമാണ് മയ്യത്ത് നമസ്കാരം. സ്വഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വലിയ പ്രതിഫലം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ വഹദമലയോളം വലിപ്പമുള്ള പ്രതിഫലമാണ് ഖീറാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അവിടുന്ന് വിശദീകരിക്കുകയുണ്ടായി. ഈ ഹദീസ് കേട്ടപ്പോൾ എത്രയോ ഖീറാത്തുകൾ, മഹത്തായ വലിയ വലിയ പ്രതിഫലങ്ങൾ നാം നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് ഖേദം പ്രകടിപ്പിച്ച സഹാബികളുടെ വാക്കുകളും ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. സൂചിപ്പിച്ചത് ഒരു മയ്യത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഫർള് കാര്യങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ളതാണ് മയ്യത്ത് നമസ്കാരം. ആ നമസ്കാരത്തിൽ ആ മയ്യത്തിന് വേണ്ടി നാം ചെയ്യുന്നത് ഫാത്തിഹയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തും മയ്യത്ത് നമസ്കാരത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും തക്ബീറുകൾക്ക് ശേഷം
മൂന്നാമത്തെ തക്ബീറിന്റെ ശേഷം ചെയ്യുന്നത് പ്രാർത്ഥനകളാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നമസ്കരിക്കുകയും നമസ്കാരം പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സമ്പ്രദായം ഒന്നാമത്തതിൽ ഫാത്തിഹ ഓതുന്നു, രണ്ടാമത്തതിൽ സ്വലാത്ത് ചൊല്ലുന്നു, പിന്നീടുള്ള തക്ബീറുകൾക്ക് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. ചുരുങ്ങിയ തക്ബീർ 4 എന്ന വിഷയത്തിൽ വളരെ ഖണ്ഡിതമായ ഹദീസുകളിലൂടെ പണ്ഡിതന്മാർ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യത്യസ്തമായ പ്രാർത്ഥനകൾ മയ്യത്തിന് വേണ്ടി നിർവഹിച്ചതായി ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ മയ്യത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അത് മയ്യത്തിന് വേണ്ടി മാത്രമായി അയാളുടെ പാപം പൊറുക്കുവാനും മാപ്പ് ലഭിക്കുവാനും പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുവാനും ഖബർ ജീവിതത്തിനും പരലോക ജീവിതത്തിനും പടച്ചവന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഔഫ് ബിൻ മാലിക് റഹിമഹുള്ളയിൽ നിന്നും അതേപോലെ അനസ് റളിയല്ലാഹു അൻഹു മറ്റുമൊക്കെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ വന്ന ഹദീസുകൾ. ഇത് സാധാരണഗതിയിൽ നാം പഠിച്ചു വരാറുള്ളതാണ്. അതുകൊണ്ട് ആ ഹദീസല്ല ഇന്ന് പഠനത്തിന് വേണ്ടി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. മദ്രസയിൽ നിന്ന് ബാലപാഠമായി നമ്മളൊക്കെ പഠിച്ചു വന്നിട്ടുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ഇതല്ലാത്ത മറ്റു ചില പ്രാർത്ഥനകളും മയ്യത്ത് നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ നമ്മുടെ പഠന ഹദീസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അബൂ ഇബ്രാഹിമുൽ അശ്ശലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുമെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസ് വിവിധ റിപ്പോർട്ടുകളായി വന്നിട്ടുണ്ട്. ഇമാം തുർമദിയും അബൂദാവൂദും ഹാക്കിമും മറ്റു ചിലരും ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തുർമദിയും നസായിയും അബൂദാവൂദും ഇബ്നു മാജയും എല്ലാം ജനാസയുടെ അധ്യായത്തിൽ ബാബു ദുആ ലിൽ മയ്യിത്ത്, മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന പാഠം ഈ ഹദീസാണ് നിവേദനം കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇബ്നു ഹിബ്ബാൻ, ബൈഹഖി, ഇബ്നു അബീ ശൈബ, ഹാക്കിം തുടങ്ങിയവരും കിതാബുൽ ജനായിസിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. സൂചിപ്പിച്ചത് വിവിധ സനദുകളിലൂടെ അബുൽ അശ്ഹലിയിൽ നിന്നും അബൂ ഖത്താദയിൽ നിന്നുമുള്ള മറ്റ് സനദുകളിലൂടെയും ഈ ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില സനദുകൾ മുർസലാണ്, അഥവാ സഹാബിയുടെ പേര് പറയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു എന്ന കാര്യം താബി ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അബൂ ഖത്താദയിൽ നിന്നും മറ്റുമുള്ള ചില സനദുകളിൽ അത് നേർക്ക് നേരെ പ്രവാചകനിൽ നിന്ന് സഹാബികൾ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചില സനദുകൾ മുർസലാണെങ്കിലും വിവിധ സനദുകളും ശരിയായ രേഖകളുമുള്ള കാരണത്താൽ മയ്യത്ത് നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതായി സ്ഥിരപ്പെട്ടിട്ടുള്ള വിവിധ പ്രാർത്ഥനകളിൽ ഒന്നാണ് ഈ ഹദീസിലുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു സ്വല്ലാ അലാ ജനാസ, ഒരു മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു. ഫഖാല, ആ മയ്യത്ത് നമസ്കാരത്തിൽ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വ മയ്യിതിനാ വ സഗീരിനാ വ കബീരിനാ വ ദക്കരിനാ വ ഉൻസാനാ വ ഷാഹിദിനാ വ ഗായിബിനാ
ഒന്നാമത്തെ പ്രാർത്ഥന ഏതാണ്? അല്ലാഹുമ്മ ഗ്ഫിർ, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ, ലിഹയ്യിന ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്ക്, വമയ്യിത്തിന ഞങ്ങളിലെ മരിച്ചവർക്കും, വസഗീരിന വകബീരിന ഞങ്ങളിലെ മുതിർന്നവർക്കും ചെറുപ്പമുള്ളവർക്കും, വദക്കരിന വഉൻസാന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, വശാഹിദിന വഗായിബിന ഈ നമസ്കാരത്തിൽ ഹാജരായവർക്കും ഹാജരാകാത്തവർക്കും. ഒന്നാമത്തെ പ്രാർത്ഥന ഏതാണ്? പ്രാർത്ഥനയുടെ ഒരു രീതി വിശദമായി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യിത്തിന, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ ചെറുപ്പമുള്ളവരോ മുതിർന്നവരെയോ ആണ് പെണ്ണ് എന്നിങ്ങനെയൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല, എല്ലാം അതിൽ ഉൾപ്പെട്ടു. പക്ഷെ പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ എല്ലാം വിശദമായി പറഞ്ഞുകൊണ്ട് വിനീതമായി പ്രാർത്ഥിക്കുക എന്നതാണ് അതിന്റെ ശരിയായ രൂപം. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യിത്തിന എന്ന് പറഞ്ഞ ശേഷം വസഗീരിന വകബീരിന വദക്കരിന വഉൻസാന വശാഹിദിന വഗായിബിന എന്നുകൂടി വിശദമായി പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗം അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന ഫഅഹ്യി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്ന ഫതവഫഹു അലൽ ഈമാൻ. അല്ലാഹുവേ നീ ഞങ്ങളിൽ നിന്ന് ജീവിപ്പിക്കുന്നവർക്ക് അവരെ ഇസ്ലാമിലായിക്കൊണ്ട് ജീവിപ്പിക്കണമേ, ഞങ്ങളിൽ നിന്ന് നീ മരിപ്പിക്കുന്നവരോ അവരെ മുഅ്മിനായിക്കൊണ്ട് ഈമാനുള്ള അവസ്ഥയിൽ നീ മരിപ്പിക്കണമേ എന്നാണ്. ആ പ്രാർത്ഥന രണ്ടാമത്തെ ഭാഗം മുസ്ലിമായി ജീവിക്കുവാനും മുഅ്മിനായി മരിക്കുവാനും അള്ളാഹുവിന്റെ തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ ഭാഗം അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു. അല്ലാഹുവേ ഈ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം നീ ഞങ്ങൾക്ക് വിലക്കരുതേ, ഇയാളുടെ ശേഷം ഞങ്ങൾ നീ വഴി പിഴപ്പിക്കരുതേ, പരീക്ഷണത്തിൽ ഫിത്നയിൽ അകപ്പെടുത്തരുതേ എന്നാണ്. മൂന്ന് ഭാഗം ചേർന്നിട്ടുള്ള ഒരു പ്രാർത്ഥന ജനാസ നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിർവഹിച്ചു. മയ്യത്തിന് വേണ്ടി മാത്രമായി ഉള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി എന്നിങ്ങനെ തുടങ്ങുന്നത്. എന്നാൽ ഈ ഹദീസിൽ നമുക്ക് പഠിപ്പിക്കുന്ന പ്രാർത്ഥന പൊതുവായിട്ടുള്ളതാണ്. മയ്യത്തെ ഉൾപ്പെടുത്തുകയും മരിച്ചവർക്കും ജീവിപ്പിക്കുന്നവർക്കുമെല്ലാം മൊത്തത്തിൽ അള്ളാഹുവിൽ നിന്ന് പാമോചനവും അനുഗ്രഹവും ലഭിക്കുവാനുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യിത്തിന എന്ന് പറഞ്ഞത്. അള്ളാഹുവിനോട് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്, ചോദിക്കാനുണ്ട്. എന്നാൽ ഒരു മരണപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് പാപമോചനം ലഭിക്കുക എന്നതാണ്. അള്ളാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് ലഭിക്കുക, അവന്റെ റഹ്മത്ത് ലഭിക്കുക, ഇതാണ് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ഗ്ഫിർ, അല്ലാഹുവേ നീ പൊറുക്കണമേ, ആ മഗ്ഫിറത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും മയ്യത്ത് നമസ്കാരം മനുഷ്യൻ പരലോകത്തെപ്പറ്റി ചിന്തിക്കുകയും അള്ളാഹുവിനോട് കൂടുതൽ വിനയവും ഭക്തിയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. അത്തരം ഒരു സന്ദർഭത്തിൽ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോടൊപ്പം
തനിക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയുമുള്ള പ്രാർത്ഥന കൂടി നിർവഹിക്കുന്നു എന്നത് ഇവിടെ ശ്രദ്ധേയമായൊരു പ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിന വ മയ്യിതിന, അല്ലാഹുവേ ഞങ്ങളിലുള്ള ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും നീ പുറത്തു തരണമേ എന്നാണ്. ഇവിടെ ഹയ്യ് മയ്യത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വർഗം എന്ന അർത്ഥത്തിലാണ്, ഒരു വ്യക്തി എന്നല്ല. ജീവിച്ചിരിക്കുന്നവരാരൊക്കെയുണ്ടോ അവർക്ക് നീ പുറത്തു തരണം, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം നീ പുറത്തു തരണം എന്നുള്ളതാണ്. വശാഹിദിന വഗായിബിന വസഗീരിന വകബീരിന, എല്ലാ പദങ്ങളും ഹയ്യ് മയ്യത്ത്, അതുപോലെ സഗീർ കബീർ, ഷാഹിദ് ഗായിബ്, ദക്കർ ഉൻഥ, ഇങ്ങനെ ഓരോ പദങ്ങളും പരസ്പരം ചേർത്താണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഹയ്യിന ഒമയ്യത്തിന്, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ. അതേപോലെ തന്നെ വസഗീരിന വകബീരിന, ഞങ്ങളിൽ നിന്ന് ചെറിയവരും വകബീരിന വലിയവരും. സഗീർ ചെറുത്, കബീർ വലുത്. ഇവിടെ വലിയ ആളുകൾക്ക് മുതിർന്നവർക്ക് പുറത്തു തരണമേ എന്ന് റബ്ബിനോട് പറയുമ്പോൾ വ്യക്തമാണ്. കാരണം വലിയവർ സ്വാഭാവികമായും പാപം ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ സാധ്യതയുമുണ്ട്. എന്നാൽ സ്വഗീരിന, ഞങ്ങളിലെ ചെറിയവർ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൊച്ചുകുട്ടികളാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? പണ്ഡിതന്മാർ ഈ കാര്യത്തെ സംബന്ധിച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒന്ന് ചെറുതാണ്, എങ്കിലും വളർന്നു വരുമ്പോൾ പാപം ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വരാനിരിക്കുന്ന പാപങ്ങളെ സംബന്ധിച്ചു കൂടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ മാ ഖദ്ദംനാ വമാ അഖർനാ, ഞങ്ങൾ ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കാറുള്ളതുപോലെ വസഗീരിന വകബീരിന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുതിർന്നവരും ചെറിയവരും, ചെറിയവർ മുതിർന്നു വന്നാൽ ചെയ്യാൻ സാധ്യതയുള്ള പാപങ്ങൾ അവ നീ കൂടി പുറത്തു കൊടുക്കണമേ എന്ന പ്രയോഗമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ഒരു വിശദീകരണം അതിന് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് വസഗീരിന എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചെറുപ്പം എന്ന യുവാക്കൾ എന്നുള്ള ആശയമാണ്. മുതിർന്ന ആളുകൾ പ്രായം ചെന്നിട്ടുണ്ട്, എന്നിട്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. യുവത്വകാലമാണ്, തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിലുള്ള ഈ യുവാക്കൾക്കും മുതിർന്നവർക്കുമെല്ലാം നീ പുറത്തു തരണമേ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അതിന് വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥനയുടെ അനുഗ്രഹം ചെറിയവർക്ക് ലഭിക്കും, അവരുടെ സ്ഥാനപദവികൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കും. ശിശുവാണ് മരിച്ചത്, ആ ശിശുവിൻ്റെ മയ്യത്ത് നമസ്കാരത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു റഹംഹു എന്നുള്ള പ്രാർത്ഥന അവിടെ നിർവഹിക്കാം. കാരണം കുട്ടി പാപം ചെയ്തിട്ടില്ല, ശിശുവാണ്. എങ്കിലും അവന്റെ പദവി ഈ പ്രാർത്ഥനയുടെ ഫലമായി ഉയർത്തപ്പെടും. അതിനാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു റഹംഹു വജഅൽഹു ദുഖറൻ ലിവാലിദൈഹി വഫറതൻ വഅജ്റൻ എന്നിങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സൂചിപ്പിച്ചത് സഗീർ എന്ന് പറയുമ്പോൾ ശിശു എന്ന ഉദ്ദേശമല്ല, മറിച്ച് യുവത്വകാലം അല്ലെങ്കിൽ വളർന്നു വന്ന ശേഷം ചെയ്യാനിരിക്കുന്ന പാപങ്ങൾ ഇവയെല്ലാം ചേർത്തുകൊണ്ടാണ് വസഗീരിന വകബീരിന. കാര്യങ്ങൾ വിശദമായി പരാമർശിക്കുന്ന സന്ദർഭത്തിൽ ഒന്നും വിട്ടുപോകാത്ത രൂപത്തിൽ വസഗീരിന വകബീരിന, ഞങ്ങളിലെ ചെറിയവർക്കും വലിയവർക്കുമെല്ലാം നീ പുറത്തു തരണമേ എന്ന്
പൊതുവായ ഒരു പ്രാർത്ഥനയാണ്. അവിടെ അവസാനിപ്പിച്ചില്ല. ചേർത്തുകൊണ്ട് പിന്നെയും പരാമർശിക്കുന്നതോ ഞങ്ങളിൽ ഹാജറുള്ളവർക്കും ഹാജറില്ലാത്തവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ടും വേർതിരിച്ചുകൊണ്ട് അവിടെ ദുആ ചെയ്യുന്നുണ്ട്. ദക്കരിന വ ഉൻസാന, ഞങ്ങളിലുള്ള പുരുഷന്മാർ, വ ഉൻസാന സ്ത്രീകൾ, അതുപോലെ ഷാഹിദിന, ഷാഹിദ് ഹാദർ, ഈ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾ, ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾ, വഗായിബിന, ഇവിടെ ഹാജറില്ലാത്തവർ, അഭാവത്തിൽ കഴിയുന്ന ആളുകൾ. ഇങ്ങനെ മുസ്ലിം സമൂഹത്തിൽ എല്ലാവർക്കും പ്രാർത്ഥന ഉൾപ്പെട്ടു. മരിച്ചവർക്കുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്കുണ്ട്, മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തവർക്കുണ്ട്, അല്ലാത്തവർക്കുണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കം സർവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന, എല്ലാവർക്കും അള്ളാഹുവിൽ നിന്ന് പാപമോചനം ലഭിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. മയ്യത്തിന് മാത്രമല്ല, മരണപ്പെട്ടവരെയും ജീവിച്ചിരിക്കുന്നവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൊതുവായ പ്രാർത്ഥന. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചു. ശേഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി നടത്തുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന ഫഅഹ്യിഹി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്ന ഫതവഫഹു അലൽ ഈമാൻ. അല്ലാഹുവേ, മൻ അഹ്യൈതഹു മിന്ന, ഞങ്ങളിൽ നിന്ന് നീ ആരെയാണോ ജീവിപ്പിക്കുന്നത് അവരെ ഫഅഹ്യിഹി അലൽ ഇസ്ലാം, ഇസ്ലാമിലായിക്കൊണ്ട് നീ ജീവിപ്പിക്കണമേ. വമൻ തവഫൈതഹു, ഞങ്ങളിൽ നിന്ന് ആരെയാണോ നീ വഫാത്താക്കുന്നത്, മരിപ്പിക്കുന്നത്, ഫതവഫഹു അലൽ ഈമാൻ, ഈമാനിലായിക്കൊണ്ട് നീ മരിപ്പിക്കണമേ എന്നാണ്. ഇതാണ് ശരിയായ റിപ്പോർട്ട്. ചിലയിടങ്ങളിൽ ഫഅഹ്യിഹി അലൽ ഈമാൻ എന്നും ഫതവഫഹു അലൽ ഇസ്ലാം എന്നും ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത് വാക്കുകളിൽ വന്ന പിഴവുകളാണ് എന്ന് അവയെ സംബന്ധിച്ചുള്ള പണ്ഡിതാഭിപ്രായങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഇസ്ലാമിലായി ജീവിപ്പിക്കണം, ഈമാനിലായി മരിപ്പിക്കണം. അതിനുവേണ്ടിയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പ്രാർത്ഥന, ജീവിതവും മരണവും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രൂപത്തിലാകണം എന്നതാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം അള്ളാഹുവിന് അംഗീകാരമുള്ള തൃപ്തിയുള്ള രൂപത്തിലാകണം. മരണവും അള്ളാഹുവിന് തൃപ്തിയുള്ള രൂപത്തിലാകണം. ഇതാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ രണ്ടും വേർതിരിച്ചു. ജീവിതം ഇസ്ലാമികമാക്കണമെന്നും മരണം ഈമാനിന്റെ അടിസ്ഥാനത്തിലാക്കണമെന്നും വേർതിരിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന ഫഅഹ്യി അലൽ ഇസ്ലാം, ഞങ്ങളിൽ നിന്ന് നീ ജീവിപ്പിക്കുന്നവരെ ഇസ്ലാമിലായിക്കൊണ്ട് ജീവിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഇസ്ലാം ബാഹ്യമായ കർമ്മങ്ങളാണ്, പ്രവർത്തനങ്ങളാണ് ഇസ്ലാം. ജീവിച്ചിരിക്കുന്ന കാലത്താണ് പ്രവർത്തനത്തിന്റെ കാലം. അപ്പൊ പറഞ്ഞതിന്റെ ആശയം എന്താണ്? അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് ജീവിപ്പിക്കുന്നവരെ നമസ്കാരവും സക്കാത്തും നോമ്പും അങ്ങനെ ഇസ്ലാമിന്റെ ഷിആറുകളും മഹത്തായ കർമ്മങ്ങളും പ്രവർത്തനങ്ങളുമായി കൊണ്ട് നീ ജീവിപ്പിക്കണമേ എന്നാണ്. അപ്പൊ ജീവിതത്തിൽ ഇസ്ലാമിന്റെ കർമ്മങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തരണമേ എന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം. ബാഹ്യമായ ജീവിതത്തിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കണം ഞങ്ങളുടേത് എന്നാണ്. ഫമൻ തവഫൈതഹു, ഞങ്ങളിൽ നിന്ന് നീ ആരെയാണോ മരിപ്പിക്കുന്നു, വമൻ തവഫൈതഹു മിന്ന ഫതവഫഹു, അവനെ നീ മരിപ്പിക്കണം അലൽ ഈമാൻ, ഈമാനിലായിക്കൊണ്ട് മരിപ്പിക്കണമെന്നാണ്. കാരണം മരണം എന്നുള്ളത് പ്രവർത്തന മേഖലയല്ല, പ്രവർത്തനം അവസാനിക്കുന്ന സന്ദർഭമാണ്. മരിക്കുന്ന സന്ദർഭത്തിൽ കർമ്മത്തിന്റെ സന്ദർഭമല്ല, മറിച്ച് റൂഹ് വേർപ്പെടുന്ന ആ അവസ്ഥയാണ്. ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെടുകയാണ്. അതിന്റെ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തോടുകൂടെ മനുഷ്യന്റെ പ്രവർത്തനത്തിന് സാധ്യമല്ലാത്ത രീതിയിൽ അവൻ നിശ്ചലനായി തീരുകയാണ്. അപ്പൊ അതോടുകൂടെ
ആ അവസാനത്തെ സമയത്ത്, പ്രവർത്തനത്തിന്റെ മേഖലയല്ലാത്ത സമയത്ത് മനസ്സിൽ ഈമാനുണ്ടാകണം. ബാഹ്യപ്രവർത്തനങ്ങളൊന്നുമില്ലെങ്കിലും ഖൽബ് ഈമാനുള്ള മനസ്സായിട്ടായിരിക്കണം ഉണ്ടാകേണ്ടത്. മനസ്സിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെടാതെ അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസം നിലനിന്നുകൊണ്ട് മരിക്കാൻ കഴിയണം. മരണം ആസന്നമാകുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ മനുഷ്യൻ ആ സന്ദർഭത്തിൽ പരീക്ഷണത്തിന്റെ ഘട്ടമായിക്കൂടായില്ല. അള്ളാഹു പറഞ്ഞല്ലോ, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. സത്യവിശ്വാസികളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. ഈമാനിലും ഇസ്ലാമിലും സാക്ഷ്യവാക്യങ്ങളിലുമായി ഉറപ്പിച്ചു നിർത്തും. ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിലെ ജീവിതത്തിൽ, വഫിൽ ആഖിറ, പരലോകത്ത്. ദുനിയാവിലെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ്? മരണസന്ദർഭത്തിലാണ്. അവസാനം ഈമാനുള്ളവനായി മരിക്കാൻ ഭാഗ്യം ലഭിക്കുക. സാക്ഷ്യവാക്യങ്ങൾ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് പാപങ്ങൾ പൊറുക്കപ്പെട്ടവനായിക്കൊണ്ട് മരിക്കാൻ കഴിയുക. ആ ഒരു സൗഭാഗ്യത്തിനാണ് പടച്ചവനെ നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അതാണ് വമൻ തവഫൈതഹു മിന്നാ ഫതവഫഹു അലൽ ഈമാൻ. ഞങ്ങളിൽ നിന്ന് നീ ആരെയാണോ മരിപ്പിക്കുന്നത്, എല്ലാവർക്കും മരണം ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ നീ മരിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ കാരണം അതാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം മരണസമയത്ത് സാക്ഷ്യവാക്യം ഉച്ചരിക്കാൻ സാധിച്ചു എന്ന് വന്നേക്കാം. ചിലർക്ക് അത് ഉച്ചരിക്കാൻ കഴിയണമെന്നില്ല. കാരണം വളരെ പെട്ടെന്നായിരിക്കും മരണം സംഭവിക്കുന്നത്. അതല്ലെങ്കിൽ സംസാരിക്കാനുള്ള സാഹചര്യം ആ വ്യക്തിക്ക് അല്ലാഹു ആ സന്ദർഭത്തിൽ നൽകണം എന്നില്ല. അങ്ങനെയുള്ള രോഗങ്ങളോ കാരണങ്ങളോ ഉണ്ടായേക്കാം. പക്ഷെങ്കിലും അയാളുടെ മനസ്സിൽ ഈമാനുണ്ടാകും, മനസ്സിൽ ആ സാക്ഷ്യവാക്യമുണ്ടാകും. അങ്ങനെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞിട്ടുള്ള, മനസ്സിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിക്കൊണ്ടാകും അയാളുടെ മരണത്തിന്റെ, ജീവിതത്തിന്റെ അവസാനം മരണത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നാവുകൊണ്ട് ഉച്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സാക്ഷ്യവാക്യം മനസ്സുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടായിരിക്കും, നല്ല ഒരു ഘട്ടത്തിലായിരിക്കും അയാൾക്ക് മരണം സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു ഈമാനുള്ള മരണം ഒരു വ്യക്തിക്ക് ലഭിക്കണം. അതുകൊണ്ടാണ് ഫതവഫഹു അലൽ ഈമാൻ, ഈമാനുള്ള അവസ്ഥയിൽ നീ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അവസാനം നല്ല രീതിയിൽ മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം അവന്റെ ജീവിതം അവസാനിക്കുന്ന സന്ദർഭമാണ്. ആ ഘട്ടത്തിൽ അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുകയാണ്, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുണ്ടാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹ്. നിങ്ങളിൽ ആരും തന്നെ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തോടുകൂടെയല്ലാതെ മരിക്കരുത് എന്നാണ്. ഇപ്പം മരണം സംഭവിക്കുന്ന ഘട്ടത്തിൽ ഒരാൾ രോഗത്തിലാണ്, രോഗം കഠിനമായിട്ടുണ്ട്, വല്ലാത്തൊരു പരീക്ഷണ ഘട്ടത്തിലാണ് അയാളുള്ളത്. ഈ ഘട്ടത്തിലെല്ലാം അള്ളാഹുവിനെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുകയും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം ആ വിശ്വാസി കഴിയേണ്ടത്. പടച്ചവനിൽ പ്രതീക്ഷയുള്ള കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവന്റെ സ്വർഗത്തെ സംബന്ധിച്ചും വാഗ്ദാനങ്ങളെ സംബന്ധിച്ചുമുള്ള നിരവധി ആയത്തുകൾ നമുക്കറിയാം. അവ അവൻ ഓർക്കുകയും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുണ്ടാകണം. പടച്ചവൻ റഹ്മാനാണ്, കാരുണ്യവാനാണ്.
ചെയ്തുപോയ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, തവ്വാബാണ്, അവൻ ഗഫാറാണ്. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചൊരു ആലോചന അവന്റെ മനസ്സിലുണ്ടാകണം. ജീവിതത്തിന് എന്നാണെങ്കിലും ഒരു ദിനം മരണം അനിവാര്യമാണ്. ആ മരണം എന്റെ ജീവിതത്തിലും സംഭവിക്കുകയാണ്. പക്ഷേ മരണാനന്തരമാണ് ജീവിതം ആരംഭിക്കുന്നത്. മരണത്തിന്റെ ശേഷമുള്ള ജീവിതം അള്ളാഹുവിന്റെ അടുക്കലുള്ള അനുഗ്രഹീതമായൊരു ആയിരിക്കണം എന്നൊരു പ്രാർത്ഥനയോടുള്ള പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം ആ വ്യക്തി ജീവിതത്തെ അവസാന നിമിഷം നോക്കിക്കാണേണ്ടത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തിനാണ് പ്രാധാന്യം, ചില ഘട്ടങ്ങളിൽ അള്ളാഹുവിലുള്ള പ്രതീക്ഷക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഭയത്തെക്കാളേറെ പ്രതീക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ട സന്ദർഭമാണ് ഒന്ന് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന സന്ദർഭം. ഒരു പുണ്യകർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഞാനിതൊരു നല്ല കാര്യം ചെയ്യുന്നു, ഇത് അള്ളാഹു സ്വീകരിക്കുമായിരിക്കും, ഇതിന്റെ മഹത്തായ പ്രതിഫലം എനിക്കല്ല തരുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയോടുകൂടെയാണ് അവൻ ആ സൽക്കർമ്മം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ആ കർമ്മം ഉത്സാഹത്തോടുകൂടെ താല്പര്യത്തോടെ ചെയ്യുക. എന്ത് ചെയ്താലും സ്വീകരിക്കില്ല, എന്തായിരുന്നാലും തള്ളിക്കളയും എന്ന ഒരു മനോഭാവത്തോടുകൂടെ സൽക്കർമ്മം ചെയ്താൽ ആ കർമ്മം ഒരിക്കലും ഉത്സാഹമുണ്ടാവില്ല, താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സൽക്കർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തേക്കാളേറെ അള്ളാഹുവിൽ പ്രതീക്ഷയാണ് നമ്മൾ അർപ്പിക്കേണ്ടത്. അതുപോലെ പടച്ചവനിൽ പ്രതീക്ഷ വർദ്ധിപ്പിക്കേണ്ട സന്ദർഭം മറ്റൊന്ന് മരണഘട്ടമാണ്. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടായിരിക്കണം. ഇതേ സന്ദർഭത്തിൽ ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് കൂടുതലുണ്ടാകേണ്ടത്. പാപത്തിന്റെ സന്ദർഭം, ഒരു മഅസിയത്ത്, ഒരു കുറ്റകരമായ കാര്യമാണ് ഒരാൾ ചെയ്യാനിരിക്കുന്നതെങ്കിൽ ആ സന്ദർഭത്തിൽ പടച്ചവനെ കുറിച്ചുള്ള ഭയമുണ്ടാകണം. പാപം ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പടച്ചവനോട് പൊറുക്കലിനെ തേടിയാൽ അവൻ പൊറുക്കുമല്ലോ എന്ന് ചിന്തിക്കേണ്ട സന്ദർഭമല്ല അത്. മറിച്ച് പാപം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഇത് അള്ളാഹു അറിയുകയും കാണുകയും മലക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടല്ലോ, ഇതിന്റെ പേരിൽ ഒരുപക്ഷെ ഞാൻ ശിക്ഷിക്കപ്പെടുമല്ലോ എന്നുള്ള ആ ഒരു ഭയമാണ് ആ സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടത്. വലിയ വലിയ പാപം ചെയ്തവർ കുറെ പുറത്തു കൊടുത്തവനല്ലേ അള്ളാഹു, അതുകൊണ്ട് എന്നോടും ഇത് പുറത്തുകൂടായില്ല എന്ന് ആലോചിച്ചുകൊണ്ട് പാപം ചെയ്യുവാനല്ല, മറിച്ച് പാപം ചെയ്താൽ ലഭിക്കാനിരിക്കുന്ന നരകത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ശിക്ഷയുടെ ഗൗരവം ഓർത്തുകൊണ്ട് പാപത്തിൽ നിന്ന് പിന്മാറണം. അവിടെ അവൻ പ്രതീക്ഷയല്ല, കൂടുതൽ ഭയമാണ് ഉണ്ടാകേണ്ടത്. സൂചിപ്പിച്ചത് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ഖൗഫ് ഉണ്ടാകണം, ഭയമുണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ച് റജ ഉണ്ടാകണം, പ്രതീക്ഷയുണ്ടാകണം. പക്ഷെ എല്ലാ സന്ദർഭത്തിലും ഒരുപോലെയല്ല. അതുകൊണ്ട് പടച്ചവനിൽ പ്രതീക്ഷ കൂടുതൽ അർപ്പിക്കേണ്ട ഒരു സന്ദർഭമാണ് മനുഷ്യന്റെ മരണഘട്ടം. അവിടെ യുഹ്സിനുള്ളന്ന ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുണ്ടാകണം. അള്ളാഹ് എല്ലാ പാപവും പൊറുക്കുന്നവനാണ്, ചെയ്തുപോയ പാപങ്ങളൊക്കെ എന്നോട് പൊറുക്കാം, ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കാം എന്ന ഒരു നല്ല വിചാരത്തോടുകൂടെ മരിക്കാൻ കഴിയണം. അതാണ് ഫതവഫഹു അലൽ ഈമാൻ. അതിനുവേണ്ടിയാണ് ഇവിടെ രണ്ടും വേർതിരിച്ചത്. ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഫഅഹിയൽ ഇസ്ലാം, ഇസ്ലാമിലായിക്കൊണ്ട് ജീവിപ്പിക്കണമേ എന്ന് പറഞ്ഞു. മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വതവഫഹു അലൽ ഈമാൻ, ഈമാനിലായിക്കൊണ്ട് മരിപ്പിക്കണേ എന്ന് പറഞ്ഞു. എന്നാൽ ഈമാൻ എന്ന വാക്കും ഇസ്ലാം എന്ന വാക്കും സമാനമായി തന്നെ പരസ്പരം പ്രയോഗിക്കുന്ന വാക്ക് തന്നെയാണ്. ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ വേർതിരിക്കാറില്ല, രണ്ടും ഒരുപോലെ ഉപയോഗിക്കും. മുസ്ലിമും മുഅ്മിനെയും ഒരുപോലെ തന്നെ പ്രയോഗിക്കും. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, തവഫനി മുസ്ലിമൻ വഅൽഹഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായി മരിപ്പിക്കണമേ, സ്വാലിഹീങ്ങളിൽ സദ്വൃത്തരിൽ എന്നെ നീ ചേർക്കണമേ. പൊതുവായി അങ്ങനെയും പ്രയോഗിക്കാറുണ്ട്. പക്ഷെ വേർതിരിച്ച് പ്രയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം ശ്രദ്ധേയമാണ് എന്നത് മനസ്സിലാക്കാനാണ് സൂചിപ്പിച്ചത്. ഇസ്ലാമിലായിക്കൊണ്ട് ജീവിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ ജീവിതം കർമ്മത്തിൻ്റെതാണ്. അതുകൊണ്ട് ഇസ്ലാമികമായ കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളൊരു ജീവിതമാണ് എനിക്ക് വേണ്ടത്. മരണമോ പ്രവർത്തനത്തിന്റെ മേഖലയല്ല,
മനുഷ്യന്റെ കഴിവില്ലായ്മ അവൻ അനുഭവിക്കുന്ന സന്ദർഭമാണ്. ഒന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും മനസ്സ് മുഅ്മിനായിക്കൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല ചിന്തയോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, ഈമാനോടുകൂടെ മരിക്കാൻ കഴിയണം. അതിനുള്ള തൗഫീഖ് നീ നൽകണമേ എന്നാണ് ഇവിടെ രണ്ടാമത്തെ പ്രാർത്ഥന. അപ്പോൾ മുസ്ലിം സമൂഹത്തിന് മൊത്തമായി മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും വേണ്ടി പാപമോചനത്തിന് ആദ്യം പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ പ്രാർത്ഥന ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള പ്രാർത്ഥനയാണ്. അവരുടെ ജീവിതം ഇസ്ലാമാകാനും മരണം അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുന്ന മരണമായി തീരാനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ പ്രാർത്ഥന അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു. അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു. അല്ലാഹുവേ ലാ തഹരിംന, ഞങ്ങൾക്ക് നീ വിലക്കരുതേ, അജ്റഹു, അതിന്റെ പ്രതിഫലം. ഞങ്ങളിൽ നിന്ന് ഈ ആൾ മരണപ്പെട്ടു പോയിരിക്കുന്നു, അതിന്റെ പേരിൽ ഞങ്ങൾ ക്ഷമ അവലംബിക്കുകയാണ്. ആ ക്ഷമയുടെ പ്രതിഫലം ഞങ്ങൾക്ക് നീ വിലക്കരുത്. ഈ മരണപ്പെട്ട ആൾക്ക് വേണ്ടി ഞങ്ങളിതാ അള്ളാഹുവെ നിന്നോട് ദുആ ചെയ്തിട്ടുണ്ട്. ഇതൊരു മഹത്തായ കാര്യമാണ്. മരിച്ച ആൾക്ക് വേണ്ടി ദുആ ചെയ്യുക, പ്രാർത്ഥന എന്നുള്ളതൊരു പുണ്യകർമ്മമാണ്. അതുകൊണ്ട് അള്ളാഹുവെ ഈ പുണ്യകർമ്മം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ നഷ്ടപ്പെടുത്തരുത്. നമസ്കരിച്ചാൽ ലഭിക്കുന്ന മഹത്തായ പ്രതിഫലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ ഒരു ഖിറാത്താണ്, വലിയ പ്രതിഫലമാണ്. അതിനാൽ ആ മഹത്തായ പ്രതിഫലം ഞങ്ങൾക്ക് നീ നഷ്ടപ്പെടുത്തരുതേ എന്നാണ്. വലാ തഹരിംന അജ്റഹു, പ്രതിഫലം ഞങ്ങൾക്ക് നീ നഷ്ടപ്പെടുത്തരുതേ എന്ന പ്രാർത്ഥനയിൽ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഒന്ന്, മരണപ്പെട്ട ആൾക്ക് വേണ്ടി നമസ്കരിച്ചിട്ടുണ്ട്, അതിന്റെ പ്രതിഫലമാണ്. അത് ഒരു ഖിറാത്ത് പ്രതിഫലമാണ്. മറ്റൊന്ന്, ഈ മരണപ്പെട്ട ആളുടെ പേരിൽ ദുഃഖവും വിഷമവും ഞങ്ങൾക്കുണ്ട്, എല്ലാം ഞങ്ങൾ ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ വിധിയിൽ സമാധാനം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. മരണപ്പെട്ടതിന്റെ പേരിൽ ദുഃഖവും വ്യഥയും അനുഭവിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, വേർപാടിന്റെ പേരിൽ. അവരെ സംബന്ധിച്ചിടത്തോളം അവര് വലിയ പ്രയാസത്തിനും ബുദ്ധിമുട്ടിലുമാണ്. അള്ളാഹുവിന്റെ വിധിയിൽ സമാധാനിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയാണ് പരിഹാരം. അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമാണ് വാഗ്ദത്തം ചെയ്തത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും അള്ളാഹുവിന്റെ വിധിക്ക് വിധേയമാണ്. ഓരോരുത്തർക്കുമുള്ള ആയുസ് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവെ നിന്റെ അടുക്കലേക്ക് തിരിച്ചു വരാനുള്ളവരാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഖദാ ഖദറിലുള്ള വിശ്വാസവും ഈ സന്ദർഭത്തിൽ വിശ്വാസിക്ക് ശക്തമായ രീതിയിലുള്ള സമാധാനമാണ് നൽകുന്നത്. ആ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതു തരത്തിലുള്ള മുസീബത്തുകളോ മരണങ്ങളോ വിപത്തുകളോ സംഭവിച്ചാൽ അതൊക്കെ ക്ഷമിക്കാൻ കഴിയും. എന്നല്ല, ആ പ്രതികൂല കാര്യത്തെ പ്രതിഫലാർഹമായ കാര്യമാക്കി അനുകൂലമാക്കി മാറ്റാൻ കഴിയും. അപ്പൊ അതിലൂടെയും പ്രതിഫലം നേടിയെടുക്കാനാണ് ഒരു വിശ്വാസിക്ക് അതുകൊണ്ട് സാധിക്കുന്നത്. മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുഃഖമാണ്, നഷ്ടത്തെക്കുറിച്ചുള്ള ആലോചനയാണ് നൽകുന്നത്. പക്ഷേ ആ ദുഃഖവും ആ നഷ്ടബോധവും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഖദാ ഖദറിലെ വിശ്വാസം വരുമ്പോൾ ക്ഷമിക്കുവാനും സഹിക്കുവാനും അത് പ്രതിഫലാർഹമായ കർമ്മമാക്കി മാറ്റാനും കഴിയും. അതിന് അങ്ങനെ ലഭിക്കുന്ന പ്രതിഫലമുണ്ട്. ആ പ്രതിഫലവും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുതേ എന്നാണ്. അതുകൊണ്ട് തന്നെ ക്ഷമ ഏറ്റവും ആവശ്യമുള്ള ഒരു സന്ദർഭമാണ്. ബന്ധപ്പെട്ട ആളുകളോ സ്വന്തക്കാരോ മരണപ്പെടുന്ന സന്ദർഭം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ദുഃഖം അത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് തന്നെ വൽ ഖൽബു യഹ്സുൻ, മനസ്സ് ദുഃഖിക്കും.
കണ്ണിൽ നിന്ന് ബാഷ്പങ്ങൾ പൊഴിയും. ദുഃഖത്തിന്റെ ആധിക്യമുണ്ടാകുമ്പോൾ ബന്ധപ്പെട്ടവരുടെ മരണത്തിലുള്ള ദുഃഖം അത് കണ്ണുനീരായി പുറത്തേക്ക് വരും. വലാ നഖൂലു ഇല്ലാ മാ യുർളി റബ്ബന, റബ്ബിന് തൃപ്തിയുള്ളതല്ലാതെ മറ്റൊന്നും നാം പറയാറില്ല. അവിടെയാണ് ആ ക്ഷമയുടെ നിയന്ത്രണം വരുന്നത്. അതുകൊണ്ട് തന്നെ വാവിട്ട് നിലവിളിക്കുകയോ വസ്ത്രം പിച്ചു ചീന്തുകയോ ബഹളം വെക്കുകയോ ചെയ്യരുത്. മറിച്ച് ക്ഷമ അവലംബിക്കുവാനും അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിക്കുവാനും കഴിയണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഇതിനെല്ലാം മഹത്തായ പ്രതിഫലം റബ്ബ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ പ്രതിഫലം അള്ളാഹുവെ നീ ഞങ്ങൾക്ക് വിലക്കരുതേ എന്നാണ്. അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു. ഈ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആ വിഷമവും ദുഃഖവും ഉണ്ടെങ്കിലും ക്ഷമ അവലംബിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം നീ നൽകുന്ന പ്രതിഫലമുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് നീ നൽകണമേ, അതൊന്നും നീ ഞങ്ങൾക്ക് വിലക്കരുതേ. വലാ തഫ്തിന്നാ ബഅദഹു, വലാ തഫ്തിന്നാ ബഅദഹു. ഇദ്ദേഹത്തിന് ശേഷം ഞങ്ങളെ നീ ഫിത്നയിൽ അകപ്പെടുത്തരുതേ എന്നാണ്. മറ്റ് റിപ്പോർട്ടിൽ ലാ തുദില്ലനാ ബഅദഹു, ഞങ്ങളെ നീ ളലാലത്തിലാക്കരുത്, വഴികേടിലാക്കരുത് ഇദ്ദേഹത്തിന് ശേഷം എന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഭാഗത്ത് ഈ പ്രാർത്ഥനയിൽ ലാ തുദില്ലനാ ബഅദഹു എന്ന് വന്നിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഫിത്ന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനുഷ്യൻ ജീവിക്കുന്ന കാലത്താണ് അവന്റെ മതപരമായ കാര്യങ്ങളിൽ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടുക. ചില ആളുകളുടെ നിയന്ത്രണവും നേതൃത്വവും ഉണ്ടാകുമ്പോൾ ആ നല്ല മനുഷ്യന്റെ നേതൃത്വം നമ്മുടെ ജീവിതത്തിൽ ഫിത്നകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം നൽകാൻ സഹായിക്കും. അവർ നമുക്ക് മാർഗദർശനം നൽകും, ആവശ്യമായ ഘട്ടങ്ങളിൽ ഇടപെടുകയും ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന്, ദ്വലാലത്തുകളിൽ നിന്ന് നാം സുരക്ഷിതരായിരിക്കും. അങ്ങനെയുള്ള വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു നഷ്ടം തന്നെയാണ്. ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ നേതൃത്വവും ആ അറിവും ആ ഉപദേശങ്ങളും നഷ്ടപ്പെടുന്നത് വലിയ ഒരു നഷ്ടമായിരിക്കും. ഫിത്നകൾ ഓരോന്ന് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിത്നയിൽ അകപ്പെടാതിരിക്കണം എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലാ തഫ്തിന്നാ ബഅദഹു, ഇദ്ദേഹത്തിന്റെ ശേഷം ഞങ്ങളെ നീ ഫിത്നയിൽ അകപ്പെടുത്തരുതേ എന്നാണ്. ഇദ്ദേഹം വേർപെട്ടുപോയിരിക്കുന്നു. ഇനി മതപരമായ വിഷയങ്ങളിൽ ഞങ്ങളെ നീ പരീക്ഷണത്തിൽ അകപ്പെടുത്തരുതേ എന്ന് ദുആയിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി ഇവിടെ നമ്മൾ ചേർത്തിരിക്കുകയാണ്. ഒരാളുടെ വേർപാടിന്റെ ശേഷം പിന്നീട് അങ്ങോട്ടുള്ള ജീവിതമാണ്. ആ ജീവിതത്തിൽ പലതരം പരീക്ഷണങ്ങൾ വരാം. ദുന്യവ്യായ പരീക്ഷണം ഉണ്ടാകാം. പക്ഷെ അതിനേക്കാളും പ്രധാനം മതപരമായ കാര്യങ്ങളിൽ വരുന്ന ഫിത്നകളാണ്, പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ കഴിയുക, ആ പരീക്ഷണങ്ങളിൽ സന്മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കഴിയുക, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗം കൂടി ചേർത്തുകൊണ്ടാണ് മതം സുരക്ഷിതമാകണം, ദീനിയായ ഒരു ജീവിതമുണ്ടാകണം, അകന്നുപോകുന്ന
ദീൻ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ വരാതിരിക്കണം എന്ന് പ്രത്യേകം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുള്ളത്. ഇവിടെ 3 ഭാഗങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് മരണപ്പെട്ട ആൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, പൊതുവായി മുസ്ലിം സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. രണ്ടാമത്തെ ജീവിച്ചിരിക്കുന്നവരായ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുവാനും മതമേഖലകളിൽ പരീക്ഷണങ്ങളില്ലാതെ മുന്നോട്ടു പോകാനുമുള്ള തൗഫീക്കിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ മയ്യത്ത് നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഇപ്പൊ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മാത്രമായി മയ്യത്ത് നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന നിർവഹിക്കുകയും നമ്മളത് പഠിപ്പിക്കുകയും ചെയ്തു. അതിന്റെ പുറമെ പൊതുവായിട്ടുള്ള ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം നിർവഹിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഭക്തിയും പരലോക ചിന്തയും എല്ലാം നമ്മുടെ മനസ്സിൽ ഏറ്റവും ശക്തിപ്പെട്ടു നിൽക്കുന്ന അത്തരമൊരു സന്ദർഭത്തിൽ ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത് കൂടുതൽ ശ്രദ്ധേയവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നതുമാണ്. ഇദ്ദേഹത്തിന്റെ മരണാനന്തരം നമ്മുടെ ജീവിതത്തിൽ നാം ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇസ്ലാമികമായ ജീവിതം നമുക്കുണ്ടാകണം. രണ്ടാമത്തത്, ഫിത്തനകൾ വരാതിരിക്കുവാൻ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നല്ല ഒരു മരണം നമുക്ക് ലഭിക്കുവാൻ അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങൾ പ്രധാനമായും ഈ പ്രാർത്ഥനയിൽ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മരിച്ചതിന്റെ ശേഷം ദുഃഖവും വിഷമങ്ങളും സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബത്തിനുണ്ടാകും. മരണപ്പെട്ട വ്യക്തിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ടാകും. അവിടെയെല്ലാം ക്ഷമയും സഹനവും കൈവരിച്ച് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം നേടാനുള്ള മനോഭാവത്തോടുകൂടെ ആ സന്ദർഭത്തെ തരണം ചെയ്യാൻ കഴിയണം. ഇതാണ് 4ാമത് ലഭിക്കുന്ന സന്ദേശം. പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല. പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും കൂടിയാണ് ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുന്നത്. സാമൂഹികമായി നിർവഹിക്കേണ്ട കാര്യമാണ് മയ്യത്ത് നമസ്കാരം. എത്രയും ആളുകൾ പങ്കെടുക്കുക എന്നത് മയ്യത്ത് നമസ്കാരത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജമാഅത്തായി നിർവഹിക്കപ്പെടുന്ന ആ മയ്യത്ത് നമസ്കാരത്തിൽ ഇഖ്ലാസോടുകൂടെ നമ്മൾ നിർവഹിക്കേണ്ടതാണ് ഈ പ്രാർത്ഥന എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിവിധ പ്രാർത്ഥനകൾ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥനകൾ നാം പഠിക്കുകയും ആ വ്യത്യസ്ത പ്രാർത്ഥനകൾ മയ്യത്ത് നമസ്കാരത്തിൽ നാം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസാന്നിധ്യത്തോടുകൂടെ ആയിരിക്കണം. ചൊല്ലിത്തീർക്കുന്ന വാക്കുകൾ എന്നതിനപ്പുറം നാവിൽ ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളാകാതെ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും നാം എന്താണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് എന്ന് ആലോചിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് കഴിയണം. കൊച്ചുനാളുകളിൽ കുട്ടികൾ അത് ചൊല്ലിപ്പടിക്കും.
അർത്ഥമറിയാതെ കാണാതെ ചൊല്ലിപ്പഠിക്കുകയാണ്. പക്ഷെ മുതിർന്ന ശേഷവും പലരും അത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ആലോചിക്കുവാനും അത് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയണം. ആ രൂപത്തിലായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സമൂഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇഖ്ലാസോടുകൂടെ പ്രാർത്ഥിക്കുക. വളരെ ശ്രദ്ധേയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. ഇദാ സ്വല്ലൈതും അലൽ മയ്യിത്തി ഫഅഖ്ലിസൂ ലഹു ദുആ. മയ്യത്ത് നമസ്കാരത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇഖ്ലാസോടുകൂടെ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ മരണപ്പെട്ട ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയിൽ നാം എന്താണ് റബ്ബിനോട് ഈ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി, അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക്, ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. അല്ലാഹു മഗ്ഫിർ വറഹംഹു എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പകാലത്ത് പഠിച്ചതുപോലെ അതിവേഗതയിൽ അതങ്ങ് ചൊല്ലിത്തീർക്കുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അതും പലപ്പോഴും സഹോദരങ്ങൾ ഹറമിലെ ജമാഅത്തിലൊക്കെ പങ്കെടുത്താൽ മിക്കവാറും മക്കയിലെ ജമാഅത്തിൽ മയ്യിത്ത് നമസ്കാരമുണ്ടാകും. സുദീർഘമായ സമയം പ്രാർത്ഥിക്കും. ആ ദീർഘസമയം പ്രാർത്ഥിക്കുമ്പോൾ ഈ ചൊല്ലിപ്പിടിച്ച പ്രാർത്ഥന വേഗത്തിൽ ചൊല്ലിത്തീർത്ത് പിന്നെ എന്താണ് കുറെ സമയം ചൊല്ലേണ്ടതെന്നറിയാത്തൊരവസ്ഥയുണ്ടാകാറുണ്ട്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ വ്യത്യസ്ത ദുആകൾ നമ്മൾ പഠിച്ചു വെച്ചാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിന വമയ്യിതിന വസഗീരിന വകബീരിന വദകരിന വഉൻസാന വശാഹിദിന വഗായിബിന. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും ചെറിയവർക്കും വലിയവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നവർക്കും അല്ലാത്തവർക്കും നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്നാ ഫഅഹ്യി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്നാ ഫതവഫഹു അലൽ ഈമാൻ. ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെ ഇസ്ലാമായിക്കൊണ്ട് നീ ജീവിപ്പിക്കണമേ. ഞങ്ങളിൽ നിന്ന് ആരെയാണോ നീ മരിപ്പിക്കുന്നത് അവരെ മുഅ്മിനായിക്കൊണ്ട് സത്യവിശ്വാസിയായിക്കൊണ്ട് നീ മരിപ്പിക്കണമേ. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റ വലാ തഫ്തിന്നാ ബഅദ. അല്ലാഹുവേ, ഇതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ നിഷേധിക്കരുത്. ഇദ്ദേഹത്തിന് ശേഷം ഞങ്ങളെ നീ ഫിത്നയിൽ അകപ്പെടുത്തരുത്. ഇതൊരു പ്രാർത്ഥനയാണ്. ഇനിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നിർവഹിച്ചത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മയ്യിത്ത് നമസ്കാരം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം പ്രാർത്ഥനകൾ മാറി മാറി നാം ചൊല്ലുകയും ആ മയ്യിത്തിന് വേണ്ടി കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ഉള്ള പ്രാർത്ഥന കൂടി അവയോട് ചേർക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെയാണ് ഈ പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന, വലിയ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ഈ പ്രാർത്ഥന പഠിക്കാനൊരു പ്രയാസമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്
അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് മയ്യത്ത് നമസ്കാരങ്ങളിൽ നാം പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഹദീസ് ഒന്നുകൂടി വായിക്കാം. അൻ അബീ ഹുറൈറത വ അബീ ഖത്താദ വ അബൂ ഇബ്രാഹിമുൽ അശ്ശലി അൻ നബീഹി. അബൂ ഇബ്രാഹിമുൽ അശ്ശലി എന്ന ആള് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. വ അബൂഹു സഹാബിയുൻ, അദ്ദേഹം താബിയാണ്, അദ്ദേഹത്തിന്റെ പിതാവ് സഹാബിയുമാണ്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു സല്ല അലാ ജനാസ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു. ഫഖാല, ആ മയ്യത്ത് നമസ്കാരത്തിൽ അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വ മയ്യിതിനാ വ സഗീരിനാ വ കബീരിനാ വ ദക്കരിനാ വ ഉൻസാനാ വ ഷാഹിദിനാ വ ഗായിബിനാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ചെറിയവർക്കും വലിയവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഹാജറുള്ളവർക്കും അല്ലാത്തവർക്കും നീ പുറത്തു തരേണമേ. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്നാ ഫഅഹ്യി അലൽ ഇസ്ലാം. ഞങ്ങളിൽ നിന്ന് ആരെ നീ ജീവിപ്പിക്കുന്നുവോ അവരെ ഇസ്ലാമിലായിക്കൊണ്ട് നീ ജീവിപ്പിക്കണമേ. വമൻ തവഫൈതഹു മിന്നാ ഫതവഫഹു അലൽ ഈമാൻ. ഞങ്ങളിൽ നിന്ന് ആരെ നീ മരിപ്പിക്കുന്നുവോ അവരെ മുഅ്മിനായിക്കൊണ്ട് നീ മരിപ്പിക്കണമേ. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റാ വലാ തഫ്തിന്നാ ബഅദ. അല്ലാഹു അദ്ദേഹത്തിന് നമസ്കരിച്ചതിന്റെ, പ്രാർത്ഥിച്ചതിന്റെ, ക്ഷമിച്ചതിന്റെ പ്രതിഫലമൊന്നും ഞങ്ങൾക്ക് നീ വിലക്കരുതേ. വലാ തഫ്തിന്നാ ബഅദഹു, ഇദ്ദേഹത്തിന്റെ ശേഷം ഞങ്ങളെ നീ ഫിത്നയിൽ വഴികേടിലാക്കരുതേ. ഇതാണ് ഹദീസ്. റവാഹു തുർമദി മിൻ റിവായത്ത് അബീ ഹുറൈറ വൽ അശ്ഹലി. ഇമാം തുർമദി അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്നും അശ്ഹലിയുടെയും രൂപത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റവാഹു അബൂ ദാവൂദ് മിൻ റിവായത്ത് അബീ ഹുറൈറ വ അബീ ഖത്താദ. അബൂ ഹുറൈറയിൽ നിന്നും അബൂ ഖത്താദയിൽ നിന്നുമായി അബൂ ദാവൂദും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാലൽ ഹാക്കിം ഹദീസ് അബീ ഹുറൈറ സഹീഹുൻ അലാ ശർത്തിൽ ബുഖാരി വ മുസ്ലിം. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും നിബന്ധന അനുസരിച്ച് സ്വീകാര്യമാണ് അബൂ ഹുറൈറയുടെ ഹദീസ് എന്ന് ഹാക്കിം ഇവയെ സംബന്ധിച്ച് എഴുതി പറഞ്ഞിട്ടുണ്ട്. ഖാല തുർമദി, ഇമാം തുർമദി പറയുന്നു, ഖാലൽ ബുഖാരിയു അസഹു റിവായാത്തി ഹാദൽ ഹദീസ് റിവായത്തുൽ അശ്ഹലി. ഈ ഹദീസിന്റെ വിവിധ റിപ്പോർട്ടുകൾ പറഞ്ഞല്ലോ, അതിലേറ്റവും സഹീഹായി വന്നത്, കൂടുതൽ പ്രബലമായി സഹീഹായി വന്നത് അശ്ഹലിയുടെ റിവായത്താണ്. ഖാലൽ ബുഖാരി വ അസഹു ഷൈഇൻ ഫി ഹാദൽ ബാബ്. മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഏറ്റവും സഹീഹായി വന്നത് ഹദീസ് ഔഫ് ബിൻ മാലിക്. ഔഫ് ബിൻ മാലിക്കിന്റെ ഹദീസാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങുന്ന മയ്യത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അവയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ട മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകൾ വ്യത്യസ്തമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്. സ്വഹാബികളും അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാർത്ഥനകളും മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പാപോചനത്തിനും അനുഗ്രഹത്തിനും നന്മക്കും വേണ്ടി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. മരണപ്പെട്ടവരുടെ പരലോക ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും ജീവിച്ചിരിക്കുന്നവർക്ക് ഇസ്ലാമികമായ ഈമാനികമായ ജീവിതത്തിനും അനുഗ്രഹത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് നാം പഠിക്കുകയും പകർത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെയും എല്ലാ പാപങ്ങളും പുറത്തു തരുകയും മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. മുസ്ലിങ്ങളായി ജീവിക്കുവാനും സത്യവിശ്വാസികളായിക്കൊണ്ട് മരിക്കുവാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പ്രിയ സുഹൃത്തും പ്രധാന സംഘടനാ നേതാവുമായി